നെക്സ്റ്റ് 6 dice are thrown 721 times. How many times do you expect at least 3 die to show at least 1 or 2? അപ്പോൾ എന്തുവാ ഡൈസ് ത്രോ ചെയ്യുന്ന പ്രോബ്ലം. അപ്പം എന്തുമായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വരാൻ ചാൻസ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പിന്നെ എന്തോ പറഞ്ഞിരിക്കുന്നത് 6 dice are thrown 721 times. ഓക്കെ, 6 ഡൈസ് ത്രോ ചെയ്യുന്നു 721 തവണ. ഹൗ മെനി ടൈംസ് ഡു യു എക്സ്പെക്ട് അറ്റ് ലീസ്റ്റ് 3 ഡൈസ് ടു ഷോ അറ്റ് ലീസ്റ്റ് 1 or 2? ആ 6 ഡൈ ത്രോ ചെയ്യുമ്പോൾ 3 ഡൈയിലെങ്കിലും ഒന്നല്ലെങ്കിൽ 2 നമ്പർ കാണിക്കാനുള്ള ചാൻസ്. അറ്റ്ലീസ്റ്റ് ഒന്നല്ലെങ്കിൽ 2 നമ്പർ കാണിക്കാനുള്ള ചാൻസ്. 6 ഡൈ ത്രോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഡൈയിലെങ്കിലും ഒന്നോ രണ്ടോ നമ്പർ വരാനുള്ള ചാൻസ്. എന്ന് പറഞ്ഞാൽ ഒരു ഡൈയിൽ എത്ര നമ്പറുകളുണ്ട്, എത്ര ഫേസുകളുണ്ട്? 1, 2, 3, 4, 5, 6 നമ്പറുകളാണ് ഡൈയിലുള്ളത്. അതിൽ 6 ഡൈസ് ത്രോ ചെയ്യുവാണ്. അതിനകത്ത് 3 ഡൈസിലെങ്കിലും 1 or 2 നമ്പർ വരാനുള്ള ചാൻസ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എക്സ് ഫോളോസ് ബൈനോമിയൽ ആണെന്ന് മനസ്സിലായ കോയിൻ ടോസി ഡൈ ത്രോ ചെയ്യുന്ന പ്രോബ്ലമാണ്. 6 ഡൈസുമാണ് ത്രോ ചെയ്യുന്നത്. അപ്പം നമ്പർ കുറവുമാണ്. അപ്പം നമ്മൾ ബൈനോമിയൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സ് ഫോളോസ് ബി ഓഫ് എൻ പി. n 16 ആണ്. പി എങ്ങനെ 1/3 ആയി? ഡൈ ഷോ ദ ഫേസ് 1 or 2. അതിൽ ഒരു ഡൈ 6 ഡൈ ഷോ ചെയ്യുന്നു. അതിന് ഒരു ഡൈ എന്തുവാ 1 or 2 നമ്പർ കാണിക്കാനുള്ള ചാൻസ്. അപ്പം ഇതിനെല്ലാം മൊത്തം എത്ര ചാൻസാണ് ഉള്ളത്? 6 നമ്പർ വീഴാനുള്ള 6നും ഈക്വൽ ചാൻസാണ്. എത്ര കേസ്? 1, 2, 3, 4, 5, 6. 6 ചാൻസാണ് മൊത്തത്തിലുള്ളത്. അതിൽ 1ഉം 2 നമ്പർ വീഴാനുള്ള ചാൻസ് എത്രയാണ്? 2 ആണ്. അപ്പം 1, 2 നമ്പർ വീഴാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 6ൽ 2 ആണ്. മനസ്സിലായോ അത് എഴുതിയത്? അപ്പോൾ അത് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് 1/3 എന്ന് വരുന്നത്. അപ്പം 1/3 ഞാൻ എന്തുമായിട്ടാണ് എടുക്കുന്നത്? ഒരു ഡൈ വീഴുമ്പോൾ 1 or 2 നമ്പർ വരാനുള്ള ചാൻസ്. അപ്പോൾ 6 ഡൈസ് ത്രോ ചെയ്താലും പ്രോബബിലിറ്റി സക്സസ് മാറത്തില്ല. ബൈനോമിയലിൻ്റെ പ്രത്യേകത ഏതാണ്? എത്ര ട്രയൽ വന്നാലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് മാറത്തില്ല. അപ്പം പി എന്തുമായിട്ട് എടുക്കുന്നു? 1/3 ആയിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? 1/3 എടുത്ത് എന്തുകൊണ്ടാണ്? ഡൈ ത്രോ ചെയ്യുമ്പോൾ ഫേസ്, അതിൽ ഡൈയിലെ ഫേസ് 1ഉം 2, ഒന്നല്ലെങ്കിൽ 2, 1 or 2 വരാനുള്ള ചാൻസാണ്. അപ്പോൾ മൊത്തം 6 ഫേസും ഇതിൽ 1, 2 ഫേസ് വീഴാനുള്ള ചാൻസ് 2 ആണ്. സോ 2ഉം 6ഉം കട്ട് ചെയ്തപ്പോഴാണ് 1/3 വന്നത്. ക്യൂ ആൻസർ എന്തോ വരും? 1 - p ആണ്. 1 - 1/3 = 2/3. ഇനി പി എം എഫ് എഴുതാം. എഫ് ഓഫ് എക്സ് = പി ഓഫ് എക്സ് = എക്സ് ആണ്. 6cx n എന്ന് പറഞ്ഞ ഇവിടെ 6 ആണ്. 6cx ഇവിടെ പി ഓഫ് എക്സ് = എക്സിൻ്റെ ഇക്വേഷൻ എന്തുവാ? ഞാൻ ഒന്നുകൂടെ എഴുതണോ എന്ന് പറഞ്ഞാൽ NCx p⁻x q⁻n-x അല്ലേ? എക്സ് വേരീസ് ഫ്രം 0, 1, 2, 3 etc. n ആണ്. ഇവിടെ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n എന്ന് പറഞ്ഞ് 6 ആണ്. 6cx. p എന്ന് പറഞ്ഞ് 1/3 ആണ്. 1/3 q എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 n-x എന്ന് പറഞ്ഞാൽ 6 - x. എക്സ് വേരി ചെയ്യുന്ന 0, 1, 2, 3 etc. n ആണ്. n ഇവിടെ 6 ആണ്. ഇനി അതിനകത്ത് അറ്റ്ലീസ്റ്റ് 6 ഡൈ ത്രോ ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് 3 ഡൈയിലെങ്കിലും 1 or 2 നമ്പർ വരാനുള്ള ചാൻസ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? 3 ഡൈയിൽ ഷോ ചെയ്യാം. ചിലപ്പോൾ 4 ഡൈസിൽ എന്തോ കാണിക്കാം? 1 or 2 നമ്പർ കാണിക്കാം. ചിലപ്പം 5 ഡൈസിലും 1 or 2 നമ്പർ കാണിക്കാം. ചിലപ്പോൾ 6 ഇടുന്നതിൽ 6ലും 1 or 2 നമ്പറും കാണിക്കാം. 1 or 2 നമ്പർ മാത്രം കാണിക്കാം. അങ്ങനെ വന്നൂടെ? അറ്റ്ലീസ്റ്റ് 3 ഡൈയിലെങ്കിലും 1 or 2 നമ്പർ കാണിക്കാനുള്ള ചാൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അറ്റ്ലീസ്റ്റ് 3 ഡൈസ് ടു ഷോ അറ്റ്ലീസ്റ്റ് 1 or 2നെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പി ഓഫ് എക്സ് > 3. ഇത് കണ്ടുപിടിക്കാനായിട്ട് പാടാം. അപ്പം നമുക്ക് പി ഓഫ് എക്സ് > 3 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് = 3 പ്ലസ് പി ഓഫ് എക്സ് = 4 പ്ലസ് പി ഓഫ് എക്സ് = 5 പ്ലസ് പി ഓഫ് എക്സ് = 6 4 ആഡ് ചെയ്യണം. നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എക്സ് > എയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 - പി ഓഫ് എക്സ് <a ആണ്. ഓക്കെ, അതുപോലെ തന്നെ പി ഓഫ് എക്സ് <a നമുക്ക് 1 - പി ഓഫ് എക്സ് > ഇതിൻ്റെ ഒരു ട്രിക്കുണ്ട്. ഇവിടെ > ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ വരും. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ > ഇവിടെ ഒരു സ്ഥലത്ത് ഈക്വൽ ടു ഉണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ഈക്വൽ ടു കൊടുക്കത്തില്ല. ഇവിടെ > ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ആണ് വരുന്നത്. മനസ്സിലായോ അത്?
അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എന്ന് എഴുതാം. ഒരു സ്ഥലത്ത് മാത്രമേ ഇക്വാളിറ്റി വരത്തുള്ളൂ. അപ്പം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ വെച്ചിട്ട് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? 3ക്ക് താഴെയുള്ള എക്സുകൾ ഏതൊക്കെയാണ്? 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മറന്നു പോരുത്, കുട്ടികൾക്ക് എപ്പോഴും തെറ്റ് വരുന്നതാണ്, അവർ 0 ഇടാൻ മറന്നു പോകും. അപ്പം 3ക്ക് താഴെ ഏതൊക്കെ എക്സുകളുണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 3 എടുക്കത്തില്ല ഇല്ലേ, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 6C0 1/3 റേസ്റ്റ് 0 2/3 റേസ്റ്റ് 6 മൈനസ് 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് എന്തോ ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പം 6C1 1/2 റേസ്റ്റ് 1 2/3 റേസ്റ്റ് 6 മൈനസ് 1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് 2 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 6C2 1/3 റേസ്റ്റ് 2 2/3 റേസ്റ്റ് 6 മൈനസ് 2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാം. കാൽക്കുലേറ്റർ ഇടുമ്പം തെറ്റിപ്പോകരുത്. 1 മൈനസ് ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇത് നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇനി ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, ഇതും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 3 ആൻസർ കിട്ടുമല്ലോ. 3 ഇങ്ങനെ വ്യക്തമായിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതുക. എന്നിട്ട് 3 കൂടെ ആഡ് ചെയ്യുക. അത് ഒരൊറ്റ ആൻസറാക്കി എഴുതിയിട്ട് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായത് മൊത്തത്തിൽ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ നമുക്ക് തെറ്റിപ്പോകും കേട്ടോ. പിള്ളേർക്ക് തെറ്റ് പറ്റുന്നതാണ്, കുട്ടികൾക്ക് അത് തെറ്റ് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ 3 ആൻസർ കിട്ടും. അത് 3 കൂടെ പിന്നെ ആഡ് ചെയ്യുക. അപ്പോൾ 1ൽ നിന്ന് ആ ആൻസർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 0.51716 എന്ന് പറയും. അങ്ങനെ നമ്മൾ 6 ഡൈസ് ഒരു തവണ ടോസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 721 ടൈംസ് 6 ഡൈസും ത്രോ ചെയ്താൽ ഇപ്പം നമ്മൾ 1 രൂപയുടെ ഒരു മിഠായി മേടിക്കുന്നു ഇല്ലേ? അങ്ങനെ 1 രൂപയുടെ 100 മിഠായി മേടിക്കുവാണെങ്കിൽ എത്ര രൂപയാവും? 100 × 1 അല്ലേ വരുന്നത്. അതേപോലെ 6 ഡൈസ് ഒരു തവണ ടോസ് ചെയ്തപ്പോഴുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ 721 വട്ടം ടോസ് ചെയ്ത് എന്തോ വരും? ഈ കിട്ടിയ ആൻസറിന് 721 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ മിഠായിയുടെ കണക്ക് പറയുന്നത് പോലെ തന്നെ 1 രൂപയുടെ ഒരു മിഠായി ഉണ്ട്. അങ്ങനെ 1 രൂപയുടെ 100 മിഠായി മേടിക്കുവാണെങ്കിൽ ആ 100 × ആ വില മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതുപോലെ തന്നെ 6 ഡൈസ് ഒരു തവണ ടോസ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ ആൻസർ കിട്ടിയത്. അങ്ങനെ 721 തവണ ടോസ് ചെയ്യുന്നതിന് നമ്മൾ എന്തോ കണ്ടുപിടിച്ചാൽ മതി? നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് 721 × 0.51716. ആൻസർ 230 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 5th question. Find the probability that in a family of 4 children there will be A question A, at least 1 boy, B part 1 or 2 girls, C part no girls. Out of 1000 such families chosen and random, how many would you expect to have at least 1 boy or no 2 girls, no girls? അപ്പം എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ ഫാമിലി, ഒരു ഫാമിലിയിൽ 4 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഫാമിലി ഓഫ് 4 ചിൽഡ്രൻ, ഒരു ഫാമിലി 4 ചിൽഡ്രൻ ഉണ്ട്. ആ കേസിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 4 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും വരാനുള്ള ചാൻസ്, 1 or 2 ഒന്നോ 2 ഗേൾസ് വരാനുള്ള ചാൻസ്. മൂന്നാമത്തെ കേസ് നോ ഗേൾസ് ഒന്നും വരാതിരിക്കാനുള്ള ചാൻസ്. ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് 4 ചിൽഡ്രൻ്റെ കേസിൽ. ഓക്കെ, അങ്ങനെ 1000 ഫാമിലീസ് എടുത്താൽ ഈ 3 കേസും അവിടെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ബോളോ ഒരു ഫാമിലി, അപ്പം നമുക്ക് ഡയറക്റ്റ് ബൈനോമിയലോ പോയിസണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ഫാമിലിയുടെ കേസ് എടുക്കുമ്പം 4 ചിൽഡ്രൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം N 4 നമ്പർ കുറവാണ്. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് ബൈനോമിയലാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബോയും ഗേളും, ഒരു ഫാമിലി എടുത്താൽ ബോയ് വരാനുള്ള ചാൻസ്, ഗേള് വരാനുള്ള ബൈ കണ്ടീഷൻ. ഓക്കെ, അവിടെ സക്സസും ഫെയിലുവറും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന കണക്ക് നമുക്കിവിടെ മിക്സ്ഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബോയ് വരാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്, 1 or 2 ഗേൾസ് വരാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ഗേൾസ് വരാതിരിക്കാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിൽ ബോയോ ഗേളിലോ ഏതെങ്കിലും വരാനുള്ള ചാൻസ് നമുക്ക് പ്രോബബിലിറ്റി സക്സസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബൈനോമിയലാണെന്ന് മനസ്സിലായല്ലോ. ബൈ കണ്ടീഷൻ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലുവർ. ഓക്കെ,
ദാറ്റ് ഈസ് എക്സ് ഫോളോസ് ബി ഓഫ് എൻ പി. എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ബോയ് വരാനുള്ള ചാൻസ് ആണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം പി ആയിട്ട് എടുക്കുന്നത് ഞാൻ ബോയ് വരാനുള്ള ചാൻസ് ആണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോയ്സ് വരാനുള്ള ചാൻസ്. അപ്പം അവിടുത്തെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ബോയ്സിൻ്റെ ഡിനോട്ട് ദ നമ്പർ ഓഫ് ബോയ്സ് ആണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, നമ്പർ ഓഫ് സക്സസിനെ അല്ലേ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ബോയ്സ് വേർ n = 4 ചിൽഡ്രൻ ആയതുകൊണ്ട് 4. നമ്മൾ ആദ്യം ഒരു ഫാമിലിയിൽ കണ്ടുപിടിച്ചിട്ട് ആ ഒറ്റ ഇപ്പം നമുക്ക് 1 രൂപയുടെ ഒരു മിഠായി, അങ്ങനെ 100 മിഠായി മേടിച്ചാൽ നമുക്ക് എത്ര രൂപയെന്ന് അറിയാമല്ലോ, 100 × 1 ചെയ്താൽ പോരെ. അതുപോലെ നമുക്ക് ഒരു ഫാമിലിയിൽ കണ്ടുപിടിക്കാം, എന്നിട്ട് അത് 1000 കൊണ്ട് ഓരോ പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ 4 p 1/2 പ്രോബബിലിറ്റി ഓഫ് ബോയ്സ് ആണേ, പ്രോബബിലിറ്റി ഓഫ് ബോയ്സ് ആണ്, ഗെറ്റിംഗ് ബോയ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ബോയ്സ് സെലക്ട് ചെയ്തതേ ഉള്ളൂ, നമുക്ക് ഗേളും സെലക്ട് ചെയ്യാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ഫെയിലുവർ ആണ്, പ്രോബബിലിറ്റി ഓഫ് ഗേൾസ് ആണ്, ഇതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഗേൾസ് ആണ് അവിടെ വരുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഗേൾസ്. ഓക്കെ, ഇനി നമുക്ക് പി എം എഫ് എഴുതാം. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയതിനു ശേഷം പി എം എഫ് അല്ലേ എഴുതുന്നത്. പി എം എഫ് ഇക്കിൻ്റെ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എൻ സി എക്സ്, പി റേസ് ടു എക്സ്, ക്യൂ റേസ് ടു n - 6. അവിടെ എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ n വരെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n നമുക്കറിയാം, p യും q അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 4 - 6. എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ n വരെയാണ്, ഇതാ ഇവിടെ 0 മുതൽ 4 വരെയാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും 4 ബോയ്സിൽ, ഒരു ഫാമിലിയിൽ 4 ബോയ്സിൽ ഒരു ബോയ് എങ്കിലും വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4 പേരും ഒരു ബോയ് എങ്കിലും വരാനുള്ള ചാൻസാന്ന് പറഞ്ഞാൽ 1 ബോയ് വരാം, 2 ബോയ് വരാം, 3 ബോയ് വരാം, 4 ബോയ് വരും. ഒരു ബോയ് എങ്കിലും വരണമെന്നാണ്, അറ്റ്ലീസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുവാണ് അവിടെ എഴുതുന്നത്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതിന് നമുക്ക് ചെയ്യാം, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4. തോന്ന ടേം ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ ഇക്വേഷൻ പോലെ മാറ്റുന്നു. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ്. എക്സ് 1-നെക്കാട്ടും കുറഞ്ഞ ഏതൊക്കെ എക്സ് ഉണ്ട്, 0 ഉള്ളൂ. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 1 മൈനസ് 4 പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇതാണ് 4cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 4 - 6. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ത് വരും, 4c0 1/2 റേസ് ടു 0 1/2 റേസ് ടു 4 - 0. ആൻസർ നിങ്ങളിത് കാൽക്കുലേറ്റർ ചെയ്തിട്ട് 1-ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യാൻ വേണം കേട്ടോ. ആൻസർ 15/16 എന്ന് കിട്ടും. പോയിന്റ് ഡെസിമലായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇനി പ്രോബബിലിറ്റി ഓഫ് 1 or 2 ഗേൾസ്, 1 or 2 ഗേൾസ്. അപ്പം നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ബോയ്സാണ്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഗേൾസിൻ്റെ ടേംസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ബോയ് ഗേൾ എടുത്താൽ അപ്പം 4 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് അല്ലേ, 4 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഞാനിവിടെ ഗേൾസിൻ്റെ ടേംസിനെ ഞാൻ ബോയ്സ് ആക്കി മാറ്റണം, എന്നാലേ നമുക്ക് എക്സ് ഈക്വൽ ടു അത് കൊടുക്കാൻ പറ്റും. കാര്യം എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ബോയ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗേൾസിൻ്റെ ടേമിലാണ്, അതിനെ നമുക്ക് ബോയ്സിലോട്ട് കൺവേർട്ട് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുക്കാം. ഒരു ഫാമിലി 4 ചിൽഡ്രനുള്ളിൽ 0 ബോയ്സ് ആകുമ്പോൾ അവിടെ എത്ര ഗേൾസ് ആയിരിക്കും, 4 ഗേൾസ് ആയിരിക്കും അല്ലേ. 4 ചിൽഡ്രനാണ് മൊത്തം ഉള്ളത്. അതിൽ 0 ഗേൾ ആണെങ്കിൽ 4 പേരും, 0 ബോയ് ആണെങ്കിൽ 4 പേരും ഗേൾ ആയിരിക്കും. 1 ബോയ് ആണെങ്കിൽ ബാക്കി 3 പേരും ഗേൾ ആയിരിക്കും. 2 ബോയ് ആണെങ്കിൽ ബാക്കി 2 പേരും ഗേൾ ആയിരിക്കും. 3 ബോയ് ആണെങ്കിൽ ബാക്കി ഒരാൾ ഗേൾ ആയിരിക്കും. 4 ബോയ് ആണെങ്കിൽ അവിടെ 0 ഗേൾസ് ആയിരിക്കും. ഇതല്ലേ കണ്ടീഷൻ വരുന്നത് അവിടെ. അപ്പം 1 or 2 ഗേൾസ് എന്ന് പറഞ്ഞാൽ 1 or 2 ഗേൾസ്. അപ്പം ഗേൾസിനെ ഞാൻ ബോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഒരു ഗേൾ വന്നാൽ അവിടെ എത്ര ബോയിയാണ് വരുന്നത്, ഒരു ഗേൾ 1 or 2 വരുമ്പം ഒരു ഗേൾ വരുമ്പോൾ, ദാറ്റ് ഈസ് ഒരു ഗേൾ വരുമ്പോൾ അവിടെ എത്ര ബോയ് വരും, 3 വരും. ദാറ്റ് ഈസ് ഇവിടെ 3 എഴുതി ബോയ്സിൻ്റെ ടേംസിൽ. 2 ഗേൾ വരുമ്പം അവിടെ എത്ര ബോയിയാണ് വരുന്നത്, 2 ബോയ്. ദാ പി ഓഫ് 1 or 2 ഗേൾസിനെ ഞാൻ മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതി, ബോയ്സിലോട്ട് മാറ്റി എഴുതി 2 or 3 ഗേൾസ്. മനസ്സിലായോ അത് എഴുതിയത്? ഒരു ഗേൾ ആകുമ്പം അവിടെ 3 ബോയ് വരും, 2 ഗേൾ ആകുമ്പം 2 ബോയ് വരും. സോ 2 or 3 ബോയ്സ്. ബോയ്സിൻ്റെ ടേംസിൽ എഴുതിയാലും നമുക്ക് കിട്ടത്തുള്ളൂ. കാര്യം എക്സ് നമ്പർ ഓഫ് ബോയ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പി ഓഫ് 2 or 3 ബോയ്സ്. ഓർ വന്നാൽ പ്ലസ്സാണ് വരുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2, ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്സാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3. എഗെയിൻ നമ്മൾ ഈ പി എം എഫിൽ എക്സിന് എന്തോ ഇട്ട് കൊടുക്കുക,
എക്സ് ഈക്വൽ ടു 2 ആകുമ്പം 4c2 1/2 റേസ്റ്റ് ടു 1/2 റേസ്റ്റ് 2 പ്ലസ് 4c3 1/2 റേസ്റ്റ് 3 1/2 റേസ്റ്റ് 4 മൈനസ് 3 രണ്ട് കൂടെ ആഡ് ചെയ്യുമ്പം 10/16 കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് നോ ഗേൾസ്, ഒരു ഗേൾസും വരത്തില്ല. അതാണ് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഗേളും ഇല്ലെങ്കിൽ നമ്മൾ ബോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ. ഒരു ഗേളും, അതിൻ്റെ അർത്ഥം എന്തോ, ഒരു ഗേളും ഇല്ല, അതിൻ്റെ അർത്ഥം എല്ലാം ബോയ്സാണ്. പ്രോബബിലിറ്റി ഓഫ് ഓൾ ബോയ്സ്, എല്ലാ ബോയ്സും എത്രയായിരിക്കും? ഗേളൊന്നും ഇല്ലെങ്കിൽ 4 ബോയ്സ് ആയിരിക്കും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ഇട്ട് കൊടുക്കുക. 4c4 1/2 റേസ്റ്റ് 4 1/2 റേസ്റ്റ് 4 മൈനസ് 4 നമ്മുടെ പി എം എഫ് ഉണ്ടല്ലോ, അതിനകത്ത് പി ഓഫ് എക്സിന് 4 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ആൻസർ 1/16 കിട്ടും. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ 1000 അങ്ങനെ നമുക്ക് ഒരു കേസ് കണ്ടുപിടിച്ചിട്ട് അതിന് എത്ര ബാക്കിയുള്ള കേസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെ 1000 ഫാമിലിയുടെ കേസ് എടുത്താൽ ഔട്ട് ഓഫ് സച്ച് 1000 സച്ച് ഫാമിലീസ് ചൂസൺ ടു റാൻഡ് ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? ഇതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 boy 1 or 2 girls 3 girls. അപ്പം നോക്കാം, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 child 1 boy അങ്ങനെ 1000 ഫാമിലി എടുക്കുവാണെങ്കിൽ 1000 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അറ്റ്ലീസ്റ്റ് 1 boy കിട്ടാനുള്ള ചാൻസ് 1000 ഫാമിലിയിൽ 1000 × 15/16. അതുപോലെ തന്നെ 1000 ഫാമിലീസിൻ്റെ കേസിൽ 1 or 2 girls വരാനുള്ള ചാൻസ് എത്രയാണ്? 1000 എന്തുവാണ് ഒരു ഫാമിലിയിൽ നമ്മൾ 1 or 2 girls കണ്ടുപിടിച്ചു, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ 933 625. ഇനി അതുപോലെ തന്നെ ഒരു ഗേൾസും വരാതിരിക്കാനുള്ള ചാൻസ് 1000 ഫാമിലിയുടെ കേസിൽ. അപ്പം 1000 നമ്മൾ ഒരു കേസ് കണ്ടുപിടിച്ച് 1/16 ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ സൈമിൾട്ടേനിയസ്ലി ഈക്വൽ ടു 63 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനെ 6th question. In an insurance company, agent accepts policies of 5 men. Okay, all of identical age and good health. Probability that of this age will be allowed 30 years is 2/3. Okay, find the probability that in 30 years, another question, are 5 men will alive, at least 1 man will alive. ഒരു ഇൻഷുറൻസ് കമ്പനി ഏജൻറ്റ് പോളിസി എത്ര ആക്സെപ്റ്റ് ചെയ്യുന്ന അയാൾ? 5 ആൾക്കാരുടെ പോളിസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ഐഡൻറ്റിക്കൽ ഏജ് ആൻഡ് ഗുഡ് ഹെൽത്ത്, എല്ലാവർക്കും ഐഡൻറ്റിക്കൽ ഏജും ഗുഡ് ഹെൽത്തുമാണ്. പ്രോബിലിറ്റി ദാറ്റ് ഓഫ് ദിസ് ഏജ് വിൽ അലൈവ് 30 years ഈസ് 2/3 എന്ന് പറഞ്ഞാൽ 30 വർഷത്തിൽ അയാൾ ജീവിച്ചിരിക്കാനുള്ള ചാൻസ് 2/3 ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ 30 years 30 വർഷം ആകുമ്പോൾ ആ പോളിസി എടുത്ത 5 ആൾക്കാരും അലൈവ് ചെയ്യാനുള്ള ചാൻസ്, അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഒരു മെന്നെങ്കിലും അലൈവ് ചെയ്യാനുള്ള ചാൻസ്, ഇതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അലൈവ് അല്ലാതെ ജീവിച്ചിരിക്കാതിരിക്കാനുള്ള ചാൻസ് അല്ലേ പോളിസിയിൽ 30 വർഷം ആകുമ്പോഴുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴത് നമ്മൾ സക്സസ് ഓർ ഫെയിലുവർ. ഓക്കെ, അലൈവ് ഓർ നോട്ട് അലൈവ്, അവിടെ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ബൈനോമിയലാണ് യൂസ് ചെയ്യുന്നത്. So X follows B of NP. X denote the number of men will alive in 30 years. X denote ചെയ്യുന്നത് number of men alive in 30 years. അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ ഏജിൻ്റെ പ്രോബിലിറ്റി ദാറ്റ് ഓഫ് 30 years, പ്രോബിലിറ്റി ദാറ്റ് ഓഫ് ദിസ് ഏജ് വിൽ ബി അലൈവ് 30 years ഈസ് 2/3. 30 വർഷം അലൈവ് ചെയ്യാനുള്ള ചാൻസാണ് 2/3 തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് മെൻസ് വിൽ അലൈവ് ഇൻ 30 years പറയുന്നത്. ഓക്കെ, ജീവിച്ചിരിക്കാനുള്ള ചാൻസ് 2/3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആ മെന്ന് അലൈവ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് എന്തുമായിട്ട് എടുക്കാം? 2/3 ആയിട്ട് എടുക്കാം. ക്യൂ എന്ന് പറയുന്നത് അലൈവ് ചെയ്യാത്ത, നോട്ട് അലൈവ് എന്ന് പറഞ്ഞ് 1 - p ചെയ്താൽ മതി. 1 - 2/3 = 1/3. 5 ആൾക്കാരുടെ 5 മെന്നിൻ്റെ കേസാണ് പറയുന്നത്. n = 5. ഇനി അവിടെ എടുക്കുമ്പോൾ 30 വർഷത്തിൽ ഓൾ 5 men will alive, 5 ആൾക്കാരും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താ? 5. 5 പേരും അലൈവ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് മെൻ അലൈവ് ഇൻ ദ 30 years ആണ്. 30 വർഷം ആ മെൻസ് നമ്പർ ഓഫ് മെന്ന് അലൈവ് ചെയ്യാനുള്ള നമ്പറിനെയാണ് നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 5 ആണ് നമ്മൾ ഓൾ മെൻ വിൽ അലൈവ്, ആ 5 ആൾക്കാരും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് 30 വർഷത്തിൽ. ദാറ്റ് ഈസ് 5C5. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ എക്സിന് എന്തോ കൊടുത്താൽ മതി? 5 കൊടുത്താൽ മതി. 5C5 2/3 raised to 5 1/3 raised to 5 - 5. ആൻസർ
0.1316 ഓക്കെ. ഇനി അറ്റ്ലീസ്റ്റ് 1 men വിൽ അലൈവ്. ആ 30 വർഷത്തിൽ 5 മെന്നിൽ ഒരാളെങ്കിലും അലൈവ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു. ഒരാൾ അലൈവ് ചെയ്യാം, 2 അലൈവ് ചെയ്യാം, 3 ആൾ, 4 ആൾ, 5 ആൾ. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അറ്റ്ലീസ്റ്റ് ഒരു മെന്നെങ്കിലും ആ 30 വർഷം അലൈവ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 1 മൈനസ്, നമുക്കത് തോനെ ആയതുകൊണ്ട് നമുക്കിവിടെ എന്തൊക്കെ എഴുതണം, ഇതാണ് നമ്മൾ എഴുതുന്നെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ 5 ടേം എഴുതി ആഡ് ചെയ്യണ്ടേ, അതിന് പകരം നമുക്ക് സിമ്പിൾ ആക്കാം. ഇങ്ങനെ ആക്കാം, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം, ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഒന്നിനെക്കാട്ടി ചെറിയ എക്സ് ഏതേ ഉള്ളൂ, 0 ഉള്ളൂ. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇതിനകത്ത് നമ്മൾ എഫ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 5c0 2/3 raised to 0 1/3 raised to 5 minus 0. ആൻസർ 242/243. ആൻസർ 0.0058. ഓക്കെ, താങ്ക് യു.